വേടനെ കൊടുക്കാനും വേടനെ അങ്ങ് തിന്നു കളയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന, അതിനുവേണ്ടി പാത്രവും കഴുകി വെള്ളവും ചൂടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഇന്ന് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. പരസ്പര സമ്മതത്തോടു കൂടി സെക്സ് ചെയ്താൽ അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിനെതിരെ കേസ് എടുക്കാൻ സാധിക്കത്തില്ല, അത് പീഡനമാവില്ല എന്നാണ് നമ്മുടെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേടനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പരാമർശം യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്നാണ്. അതായത് 5 വർഷത്തിന് ശേഷമാണ് ഈ യുവ ഡോക്ടർ പറയുന്നത് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളത്. 5 വർഷം എടുത്തു കേട്ടോ മനസ്സിലാവാനായിട്ട്, പീഡനമായിരുന്നു എന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് ചെയ്തിട്ട് ഇതുപോലെ മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് തന്തയ്ക്ക് പുറക്കാഴിയും പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇതൊരു താക്കീതാണ്. അത് ഡോക്ടറിനും ബാധകമാണ് കേട്ടോ. അപ്പോൾ ഈ വേടൻ ഇനിയും സമാധാനമായിട്ട് പുറത്തേക്ക് വരാം. ഈ വേടനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ, അത് ഏതുമായിക്കോട്ടെ, RSSോ BJPയോ കോൺഗ്രസ്സോ ആരുമായിക്കോട്ടെ, അവർക്കെല്ലാം ഉള്ളൊരു താക്കീത് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ, ഹൈക്കോടതി പറഞ്ഞാലോ സുപ്രീം കോടതി പറഞ്ഞാലോ ആര് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഈ